ഇപ്പോൾ നമ്മളിപ്പോൾ എരുമേലിയിലാണുള്ളത്. ശബരിമലയിലേക്കുള്ള നമ്മുടെ യാത്രാവിവരണത്തിൻ്റെ ആദ്യ വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ പേട്ട തുള്ളാൻ വേണ്ടി എരുമേലിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെറിയ അമ്പലത്തിൽ കയറി ചെറിയ അമ്പലത്തിൽ നിന്ന് കാണിക്കട്ടതിന് ശേഷം പേട്ട തുള്ളി ഈ പള്ളിയിലേക്ക് എത്തും. പള്ളിയിലേക്ക് എത്തിയതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് വലിയ അമ്പലത്തിൽ ചെന്ന് 3 ചുറ്റിയതിന് ശേഷമായിരിക്കും നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പേട്ടയൊക്കെ തുള്ളിയതിന് ശേഷം നാളെ രാവിലെ ആയിരിക്കും കാനനപാത വഴി ശബരിമലയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ പേട്ടതുള്ളലിൻ്റെ വിശേഷങ്ങളും ഒക്കെ നമ്മൾ എരുമേലിയുടെ ആളുകളോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. പേട്ടതുള്ളലിനെ കുറിച്ചുള്ള എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിയായിരിക്കും ഈ വീഡിയോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പേട്ടതുള്ളൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മഹിഷിയെ വധിച്ചതിൻ്റെ അല്ല തിന്മയ്ക്ക് മേൽ നന്മ വിജയം വരിച്ചതിൻ്റെ ഒരു ആഘോഷമായിട്ടാണ് പേട്ട തുള്ളുന്നത്. അപ്പോൾ നമ്മുടെ എന്താണ് പറയാം, ഇവിടെ വരുന്ന ആളുകളെല്ലാം അഗ്രസീവായിട്ടുള്ള രീതിയിലേക്ക് അവരുടെ രൂപങ്ങളൊക്കെ ചായങ്ങൾ തേച്ചും അതോടൊപ്പം തന്നെ ഈ ഇലയുമായിട്ടൊക്കെ നൃത്തം ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. അതായത് നമ്മളെ ബാധിച്ചിരിക്കുന്ന ഉപദ്രവങ്ങളൊക്കെ പോവുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് അതിന് പിന്നിലുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി, അതായത് നാളെ രാവിലെ ഏകദേശം 4 മണിയോടുകൂടി കാനനപാതയിലേക്ക് പോകുന്നുണ്ടായിരിക്കും. ആ കാഴ്ച കാനനപാതയിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. ഇതാണ് ഈ ഭാഗത്തൂടെയാണ് നമ്മൾ കാനനപാതയിലേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ രാവിലെ ഇവിടെ ഒന്ന് കാണിക്കൊക്കെ ഇട്ട് പേട്ടയൊക്കെ കണ്ടതിന് ശേഷമായിരിക്കും നമ്മൾ കാനനപാതയിലേക്കുള്ള യാത്ര തുടരുന്നത്. അയ്യപ്പൻ എരുമേലിയിൽ പുലിപ്പാലിന് വന്ന വഴിക്ക് എരുമേലിയിൽ വന്നിട്ട് ഇവിടെ പുത്തൻവീടൻ എന്ന് പറഞ്ഞ ഒരു വീടുണ്ട്. അവിടെ വന്നിട്ട് പിന്നെ ഒരു ദിവസം തങ്ങാനായിട്ട് അവിടെ ഒരു പ്രായമായ ഒരു അമ്മ മാത്രമായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ അമ്മയോട് അവിടെ ഒന്ന് കിടക്കാൻ അനുവാദം ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഇവിടെ എരുമൗലി എന്ന് പറഞ്ഞൊരു രാക്ഷസിയുടെ ശല്യമുണ്ട്, കാരണം ഇവിടെ ആണുങ്ങളൊന്നുമില്ല, അവരൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അങ്ങനെ ആറ്റിനക്കരെ പോകും, ഞാൻ മാത്രമേ ഉള്ളൂ, അത് കാരണം ഇവിടെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ താമസിച്ചു. നേരം വെളുത്തപ്പോൾ എഴുന്നേറ്റപ്പോൾ ഈ രാക്ഷസി മരിച്ച നിലയിൽ അവിടെ കണ്ട് അയ്യപ്പൻ സ്വപ്നത്തിൽ വന്നിട്ട് ആ അമ്മയ്ക്ക് ദർശനം കൊടുത്ത് ഇങ്ങനെ അയ്യപ്പനാണെന്നും ഞാൻ ഇങ്ങനെ പുലിപ്പാലിന് വേണ്ടി വന്നതാണെന്നും പറഞ്ഞിട്ട്, അപ്പോൾ അതിൻ്റെ ഈ രാക്ഷസിയുടെ ശല്യം കാരണം ഈ രാക്ഷസിയെ കൊന്നതിനുള്ള ആഹ്ലാദത്തിന് ഇവിടെയുള്ള ജനങ്ങളൊക്കെ ആഹ്ലാദ നൃത്തം ചെയ്തതിൻ്റെ ആചാരമായിട്ടാണ് ഇപ്പോൾ പേട്ടതുള്ളൽ നടക്കുന്നത്. ഇവിടെ എരുമേലി വന്നപ്പോൾ അയ്യപ്പന് സഹായിയായിട്ട് വന്ന ആളാണ് വാവർ. അപ്പം എന്നെ കാണാൻ ശബരിമലയിൽ വരുന്നവർ ഇവിടെ വന്ന് വാവരനെ കണ്ടിട്ട് പിന്നെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് എൻ്റെ ഒരിക്കലോട്ട് വരുമെന്നും പറഞ്ഞ് അങ്ങനെ അനുഗ്രഹം കൊടുത്തിട്ട് പോയത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവിടെ അയ്യപ്പനെ കാണാൻ വരുന്ന ആൾക്കാർ ഇവിടെ വന്ന് വാവരുപള്ളി കയറി നേർച്ചയൊക്കെ ഇട്ടിട്ട് വാവരനെ കണ്ടിട്ട് ശബരിമലയ്ക്ക് പോകുന്നു. അയ്യപ്പൻ്റെ ഇവിടെ വന്നിട്ട് അയ്യപ്പന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത സുഹൃത്താണ് വാവർ. അതിൻ്റെ ഈ എരുമൗലിയെ കൊന്നതിൻ്റെ ആഹ്ലാദത്തിന് വേണ്ടിയിട്ട് അന്ന് ഇവിടെയുള്ള ജനങ്ങൾ പിന്നെ സന്തോഷം പ്രകടിപ്പിച്ച അതിൻ്റെ ആചാരമായിട്ട് പേട്ടതുള്ളലായിരിക്കും. അന്ന് എരുമൗലിയുടെ നിഗ്രഹത്തിന് വേണ്ടി ഉപയോഗിച്ച വാൾ ഇവിടെ കൊണ്ട് കഴുകി ശുദ്ധിയാക്കി ഈ പുത്തൻ വീടെന്ന് പറഞ്ഞ വീട്ടിൽ ഇപ്പോഴും വെച്ചിട്ട് ഇപ്പോഴും അവർ അതിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് വിളക്ക് കത്തിക്കുകയും കിടാവിളക്ക് കത്തിച്ച് അവർ സംരക്ഷിക്കുന്നുണ്ട്. വന്ന വീടും ഇപ്പോൾ അതുപോലെ തന്നെ പഴയതുപോലെ തന്നെ അവർ സംരക്ഷിക്കുന്നുണ്ട്. എരുമേലി എന്ന് പറയുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് നമ്മുടെ മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്ലമായ ഒരു പ്രദേശമാണ്. അയ്യപ്പനും ബാവനും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിൻ്റെ ഒരു കേളികെട്ടുണ്ടെന്ന ഒരു നാടാണ്. അതായത് ശരണമന്ത്രങ്ങളും വാവൂർസ്വാമിയുടെ പള്ളിയിൽ നിന്ന് വരുന്ന ബാങ്കുവിളിയും ഈ നാടിനെ ഭക്തിസാന്ദ്രമാക്കുന്നു. എൻ്റെ എല്ലാം ചെറുപ്പകാലം തൊട്ട് കണ്ടു വളരുന്ന ഈ നാട്ടിൽ ലോകത്ത് വർഗീയപരമായ വേർതിരിവുകൾ ഉണ്ടാകുമ്പോഴും ഈ നാടിനെ ഒന്നിപ്പിച്ച് നിർത്തുന്ന ഇവിടുത്തെ മതസൗഹാർദ്ദവും ഈ വാവൂർസ്വാമിയെ കണ്ട് തൃപ്തി അടഞ്ഞതിന് ശേഷം ഈ ലോകത്തിൻ്റെയും ഈ രാജ്യത്തിൻ്റെ പല ഭാഗത്ത് നിർത്തുന്ന ഭക്തർ വാവൂർസ്വാമിയെ കണ്ട് അവിടുന്ന് അനുഗ്രഹം വാങ്ങിച്ചാണ് അയ്യപ്പനെ കാണാൻ വേണ്ടി കരിമല താണ്ടി പോകുന്നത്. അത് ഉദാത്തമായ മാതൃക ലോകത്തിന് മുന്നിൽ കാഴ്ചവെച്ച വർഷങ്ങൾക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉദാത്തമായ മാതൃക കാഴ്ചവെച്ച ഈ എരുമേലി എന്ന പ്രദേശം ഈ ലോകത്തിന് മുന്നിൽ ഈ പ്രത്യേക കാലഘട്ടത്തിൽ വളരെ വിലപ്പെട്ട ഒരു സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്. എരുമേലി വരും തലമുറയ്ക്കും ഈ ഉള്ള കാലഘട്ടത്തിലും എരുമേലി ഇങ്ങനെ നിലനിർത്തുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും ഐക്യവും അയ്യപ്പനും ബാവരും ഉണ്ടായിരുന്ന ആ സൗഹൃദ ബന്ധമാണ് ഇപ്പോഴും തുടർന്നു പോകുന്നത്. ഞങ്ങളാണെങ്കിൽ ഒരു 20 വർഷത്തിന് മേളിലായി ഇപ്പം ശബരിമല സീസണിൻ്റെ വ്യാപാരങ്ങളും ബന്ധപ്പെട്ട്
ഇങ്ങനെ കഴിയുന്നു. നമ്മുടെ നാട്ടിൽ വരുന്ന ഇതര സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തന്മാരെ ഞങ്ങളുടെ അതിഥികളായിട്ട് സ്വീകരിച്ചാണ് അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുന്നത്. ഇനിയും മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിലും നമ്മൾ വരുന്ന തലമുറയും ഇതുപോലുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്.